ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വർഷ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നെന്താ വർഷ നീ നേരത്തെ എഴുന്നേറ്റോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി വർഷയ്ക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ പതിവായിട്ട് എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ശ്രുതിയും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ശ്രുതിക്കും ചായ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ രേവതി. അതേസമയം രേവതിയുടെ അടുത്താണെങ്കിൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആന്റിക്ക് ചായ കൊടുത്തോ എന്ന്. ഞാന് കൊണ്ടുപോയി കൊടുത്തു, പക്ഷെ എന്നെ ചീത്ത വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു വിടുക ചെയ്തത്. അപ്പോ ആന്റിയുടെ ദേഷ്യം ഇതുവരെ കുറഞ്ഞില്ല എന്ന് വർഷ ചോദിക്കുമ്പോ, അല്ലെങ്കിലും ആന്റി എന്ത് ചെയ്യാനാണ്, അങ്കിള് ആന്റിയുടെ അടുത്ത് മിണ്ടുന്നില്ല. അതിന് ആന്റി എന്തിനാ ശ്രുതി ചേച്ചി രേവതി ചേച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? സച്ചിയും ആന്റിയുടെ അടുത്ത് അത്യാവശ്യം മോശമായിട്ടുള്ള രീതിയിലല്ലേ സംസാരിച്ചെന്ന് ശ്രുതി ചോദിക്കുമ്പോ, അതിന് രേവതി ചേച്ചിയുടെ അടുത്ത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? സച്ചിയേട്ടന്റെ അടുത്തല്ലേ ദേഷ്യപ്പെടേണ്ടത്? പിന്നെ ന്യായപടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി ദേഷ്യപ്പെടേണ്ടത് സുധിയേട്ടന്റെ അടുത്താണ്. കാരണം സുധിയേട്ടൻ കാരണമാണല്ലോ എല്ലാ പ്രശ്നവും തുടങ്ങിയത്. സുധിയേട്ടൻ രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവില്ലായിരുന്നു. വർഷേ, സുധി ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫൂളിഷ്നെസ്സിനാണ്. വർഷേ, ഇവിടെ ആരും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല. അപ്പൊ രേവതി ചേച്ചിയുടെ സ്വർണം നിങ്ങളുടെ ഹസ്ബൻഡ് അറിയാതെയാണോ എടുത്തത്? എന്തിനാണ് എല്ലാവരും സുധിയെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ, സത്യം തന്നെയാണല്ലോ ഈ ശ്രുതി ചേച്ചി പറയുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ അടിയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്ക് രേവതിയാണെങ്കിൽ നിർത്ത്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്തിനാണ് അടിയുണ്ടാക്കുന്നത്? ഓൾറെഡി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് പോരാത്തതിനാണോ അച്ഛനും അമ്മയും തമ്മിൽ ഇപ്പൊ സംസാരിക്കുന്നുമില്ല? ഇനി നമുക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട. അച്ഛനാണെങ്കിൽ വാക്കിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. അതിനിപ്പോ രേവതി ചേച്ചി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വർഷ ചോദിക്കുമ്പോ, നമ്മളാണ് വർഷയെ സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കേണ്ടത്. രേവതി ചേച്ചി, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നമ്മൾ ഇൻവോൾവ് ആവണ്ട എന്നുള്ള കാര്യം. വർഷ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മിണ്ടത്തേ ഇല്ല. നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നോക്കി നിൽക്കുമോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാതിരിക്കാറൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുന്ന സമയത്ത് അവർ തന്നെ സംസാരിച്ചോളും. പക്ഷെ അതിനിടയിലൊന്നും ഞാൻ കയറാറില്ല എന്ന് വർഷയുടെ സംസാരം കേട്ട് രേവതിയും അതുപോലെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ലല്ലോ. അത് കണ്ടിട്ട് എന്തായാലും നമ്മൾ ചുമ്മാ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമോ? രേവതി പറയുന്ന കാര്യവും ശരി തന്നെയാണ്. ആന്റി ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ശരി, ഇപ്പോ ഇതിനെന്താ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വർഷ ചോദിക്കുമ്പോ, അച്ഛൻ്റെ അടുത്ത് താൻ ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷെ അച്ഛൻ സംസാരിക്കുന്നു തോന്നുന്നില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അമ്മ ഞാൻ ചീത്ത വിളിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മള് 3 പേരും കൂടി ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാലോ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കോഫിയൊക്കെ അവിടെ വെച്ചിട്ട് ആന്റിയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. ആന്റിന്ന് വിളിച്ചിട്ട് ശ്രുതിയാണ് ആദ്യം ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. 3 പേരുടെയും വരവ് കാണുമ്പോഴേക്കും, ഇതെന്താ പതിവില്ലാതെ 3 പേരും കൂടി വന്നത്? എന്താ ഞങ്ങൾ 3 പേര് വരാൻ വേണ്ടി പറ്റില്ല എന്ന് വർഷ ചോദിക്കുകയാണേ. അല്ല, 3 പേരും കൂടി വന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാകും, അതാണ് ചോദിച്ചത്. ആന്റി, ഞങ്ങള് ആന്റിയുടെ അടുത്ത് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ആ, അത് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് ചോദിക്കാണ് കേട്ടോ വലിയ ജാടയൊക്കെ ഇട്ടിട്ട്. ചന്ദ്ര, ജോലിയെല്ലാം വിട്ടിട്ട് അവളും വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് രേവതിയെ നോക്കി ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ, ആക്ച്വലി രേവതി ചേച്ചിയാണ് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നത്. എന്താ അവള് എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു തന്നോ? എന്തായാലും ശ്രുതി അവൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തത് നിന്റെ അടുത്ത് പറഞ്ഞില്ലേന്ന് വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോ, അത് പറഞ്ഞു, എങ്കിലും 3 ലക്ഷം ഇനിയും കൊടുക്കാനുണ്ടല്ലോ. വർഷെ, അത് അധികം വൈകാതെ കൊടുക്കുന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അങ്ങനെ ശ്രുതി ആന്റിയുടെ അടുത്ത് കാര്യം പറയാണ്. ആന്റി കുറച്ച് സംസാരിക്കേ. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതല്ല ആന്റി, അങ്കിളുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിന് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് എന്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പുറത്തു പോകുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും പോകുന്നില്ല. ഇപ്പോ ഈ വീട്ടിന്റെ മഹാറാണി ഇവളല്ലേ, ഇവളടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അവള് എന്ത് വിചാരിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് അത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കളിക്കുവാണേ ചന്ദ്ര. അമ്മേ, ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്തായാലും നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നീ കാരണം മറ്റുള്ളവരുടെ ജീവിതമാണ് നാശമായിട്ട് പോകുന്നത്. അങ്ങനെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നത് കാണുമ്പോഴേക്കും വർഷയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ആന്റി, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. രേവതി ചേച്ചി എന്താ ചെയ്തത്? രേവതി ചേച്ചിയാണ് ആക്ച്വലി ഇതിൽ വിക്ടിം. കാരണം നിങ്ങൾ അവരുടെ ജ്വല്ലറി അവരുടെ അടുത്ത് ചോദിക്കാണ്ടാണ് എടുത്തത്. വർഷ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ചന്ദ്രൻ ഒന്ന് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. നമ്മുടെ വീട്ടിലെ സ്വർണ്ണമാണല്ലോ എന്ന് വിചാരിച്ച് എടുത്തു കൊടുത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്റിയുടെ സ്വർണ്ണമായിരുന്നു എടുത്തു കൊടുക്കേണ്ടത്. രേവതി ചേച്ചിയുടെ സ്വർണം ആന്റി എങ്ങനെ എടുക്കുക?
അതുപോലാത്തതിന് ആന്റി മറ്റൊരു തെറ്റും കൂടി ചെയ്തു. രേവതി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണം മാറിയെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് തെറ്റ് തന്നെയല്ലേ? അങ്ങനെ ചന്ദ്രയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർഷയുടെ മുമ്പിൽ മാത്രമാണല്ലോ ചന്ദ്ര ഒരു പൊടിക്കെങ്കിലും ഒതുങ്ങി നിൽക്കുക. ചന്ദ്രയുടെ മുഖഭാവം മാറുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വർഷ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ആന്റി പോയിട്ട് അങ്കിളുടെ അടുത്ത് സംസാരിക്കേ. അതിന് ശ്രുതി, ഞാന് മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോവല്ലേ. ഇത് കേട്ട ഉടനെ വർഷ പറയുന്നത്, ഇത് സിമ്പിൾ ആയിട്ട് കഴിയേണ്ട കാര്യമാണ്. അത് ശരിയാണ്, അമ്മ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന രേവതി പറയുമ്പോ അതുപോലും വേണ്ട. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആന്റിയുടെ അടുത്ത് അങ്കിൾ വന്ന് സംസാരിക്കും. എന്താണ് കാര്യം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആന്റി ചെന്നിട്ട് രേവതി ചേച്ചിയുടെ അടുത്ത് സോറി പറഞ്ഞാൽ മാത്രം മതി. ഓ, ഇവള് ഇത് പറഞ്ഞിട്ടാണോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കാണേ. അയ്യോ അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് രേവതി പറയുമ്പോ രേവതി ചേച്ചിയല്ല പറഞ്ഞത്, ഞാൻ തന്നെയാണ് ഈ ഐഡിയ പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആന്റി തെറ്റ് ചെയ്തിട്ട് സോറി പറയാത്തതാണ്. അല്ലെങ്കിലും ആന്റി എന്തിനാണ് വർഷയെ രേവതിയുടെ അടുത്ത് സോറി പറയണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റി മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡും രേവതി ചേച്ചിയുടെ അടുത്ത് സോറി പറയണം. കേട്ടില്ലേ ശ്രുതി, നമ്മളെല്ലാവരും ചെന്നിട്ട് ഇവളുടെ കാലിൽ വീഴണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് നൈസായിട്ട് നിന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അമ്മ എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ ഞാൻ ഒരാൾ മാത്രമാണ് തെറ്റുകാരി. ഇവിടെ അച്ഛനും അമ്മയും സംസാരിക്കാതിരിക്കുന്നത് കണ്ടിട്ട് വിഷമായതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ആന്റി, നിങ്ങൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് സോറി പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് വർഷയ്ക്ക് നേരെ ചെല്ലുമ്പോൾ ആന്റി ചെയ്തത് തെറ്റ് മാത്രമാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വർഷയെ ആന്റി ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് ഇപ്പോ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇത് നോക്ക് ശ്രുതി ചേച്ചി, ശ്രുതിയേട്ടൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സപ്പോർട്ട് ചെയ്യാതെ ശ്രുതി ചേച്ചി ശ്രുതിയേട്ടനെ തെറ്റ് ചെയ്യാതെ ആന്റി ആയിരുന്നു തടുത്തു നിർത്തേണ്ടത്. എന്നാൽ ആന്റി തന്നെ ഈ തെറ്റിന് കൂട്ടു നിൽക്കുക ചെയ്തത്. അങ്ങനെ ആന്റി സപ്പോർട്ട് ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? സോറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? വർഷേ, ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എന്റെ അടുത്ത് ആരും സോറി പറയണ്ട എന്ന് രേവതി പറയുന്നത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ, നീ എന്താടി സെന്റിമെന്റ്സ് ഇറക്കുവാണോ? അമ്മേ, ഇനിയും എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല. മദ്ദളം പോലെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് കേട്ടു നിൽക്കുക? നീ വെറുതെ പാവത്തിനെ പോലെ അഭിനയിക്കൊന്നും വേണ്ടടി എന്ന് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ വിട്ടേക്ക് രേവതി ചേച്ചി, ആന്റി ഇപ്പോഴും ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ചേച്ചി വന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു. ആന്റി സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്കിള് വന്ന് സംസാരിക്കും. ആന്റി എന്തായാലും നന്നായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക്. രേവതി ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് വർഷ അവിടെ നിന്ന് അങ്ങ് പോവാണേ. അവർ രണ്ടങ്ങ് പോകുമ്പോഴേക്കും വർഷ പറയുന്നതൊക്കെ കേട്ടിട്ട് കലിതുള്ളി നിൽക്കുകയാണല്ലോ. കേട്ടില്ലേ ആ വർഷ പറഞ്ഞിട്ട് പോകുന്നത്? എല്ലാം ആ പൂക്കെട്ടുന്നവള് പറഞ്ഞു കൊടുക്കുന്നതാണ്. എല്ലാം അവള് മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഇപ്പൊ വർഷയെ എന്റെ എതിരാക്കി മാറ്റി. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോണ്ടേ ആന്റിയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി എന്തായാലും ആരടുത്തും മാപ്പൊന്നും പറയണ്ട. പക്ഷെ അങ്കിളുടെ അടുത്ത് ആന്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്ക് ശ്രുതി. അതിന് അദ്ദേഹം എന്റെ മുഖത്തടിച്ചതുപോലെയല്ലേ തിരിഞ്ഞു പോകുന്നത്? അതും മേടിയിട്ട് ഞാൻ ഇനി സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തന്നെ വാങ്ങി കെട്ടിക്കണം. അവർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോ സംസാരിക്കട്ടെ, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. എനിക്കിവിടെ നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല. ഞാൻ ബാമയുടെ വീട്ടിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അത് കഴിഞ്ഞിട്ട് സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് പുതിയൊരു കാർ മേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നോക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് എന്താ ഒരു കാർ എടുക്കുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഓൾറെഡി മറ്റേ കാറിന് ഡ്യൂ കിട്ടുന്നുണ്ട്. അത് പോരാത്തതിന് രേവതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം ചെയ്തിരിക്കുകയാണ് റൂം കെട്ടണം എന്നുള്ള കാര്യം. അങ്ങനെ ഇനി ഒരു കാറും കൂടി മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാടകയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാശ് വരുമല്ലോ, അതില് വേഗം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഓൾറെഡി സിസ്റ്റർ സ്വർണം മേടിച്ചു തരാന്നുള്ള ശബ്ദം വെച്ചിട്ടില്ലായിരുന്നോ? അതുകൊണ്ട് അതിനുള്ള പണം ഞാൻ ചേർത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാറും കൂടി മേടിക്കണം. അതിന് സച്ചി എവിടുന്നാ പണം? അതെടാ, ആ ഓടിപ്പോയവൻ രേവതിയുടെ സ്വർണ്ണം എടുത്തു കൊണ്ടുപോയി വിറ്റിട്ടില്ലായിരുന്നോ? അതിന്റെ 2 ലക്ഷം രൂപ തന്നു. അത് മൊത്തം 5 ലക്ഷം അല്ലേ? അതെ, അവനിനി 3 ലക്ഷം കൂടി തരാനുണ്ട്. അത് ഉടനെ തന്നെ തരാന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് തന്നിട്ടില്ലെങ്കിൽ അവന് ഞാൻ വെച്ചിട്ടുണ്ട്. ശരി, എന്തായാലും അതൊക്കെ അവൻ തന്നോളും. വാ, നമുക്ക് ഓണറെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാണുവാണ്. അവരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണം ഏതാന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് തന്നെയാണ്. എന്ത് പറ്റി, നീ ഞങ്ങളുടെ അടുത്ത് പഴയ കാർ മേടിച്ചിട്ടുണ്ടായിരുന്നത്? അതിനെന്തെങ്കിലും പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഒരു വണ്ടിയും കൂടി എടുക്കണം, അതുകൊണ്ടാണ്. അങ്ങനെ അവർ 2-3 വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് രണ്ടുപേരും കൂടി ചെന്ന് നോക്കുവാണ്. കാറ് 2 നോക്കിയിട്ട് അത് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഏത് കാർ എടുക്കണം എന്നുള്ള കാര്യം രേവതിയെ വിളിച്ചിട്ട് ചോദിക്കാം എന്ന് പറയാണ്. അങ്ങനെ രേവതിയെ വിളിച്ചിട്ട് എത്രയും വേഗം തന്നെ സെക്കൻഡ് ഹാൻഡിൽ കാർ എടുക്കുന്ന ആ ഷോറൂമിലെ അവിടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാന്ന് രേവതി ചോദിക്കുമ്പോൾ നീയല്ലേ പറഞ്ഞത് ഒരു കാറും കൂടി മേടിക്കണോ എന്നുള്ള കാര്യം? അത് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
2 കാറ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നീയും കൂടി ഒന്ന് വന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയെ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ബാമയുടെ വീട്ടിലെത്തി. വന്ന ഉടനെ തന്നെ ഭയങ്കര കലിപ്പിലാണ്. കാരണം വർഷയുടെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ ചെന്നിങ്ങനെ ഇരിക്കുവാണേ. ആ വരവ് കാണുമ്പോൾ ബാമ വിചാരിക്കുന്നത് ഇനി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമായോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. എന്താ ചന്ദ്രയെ പറ്റിയത്? വാലിന് തീ പിടിച്ചതുപോലെയാണല്ലോ നീ വന്ന് കേറിയത്. എനിക്കുള്ള ദേഷ്യത്തിനുണ്ടല്ലോ 2 പേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചവിട്ടി മെതിച്ചാനെ. എന്താ നീ വീണ്ടും രവിയേട്ടനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയോ? അതിന് അവരെന്റെ അടുത്ത് സംസാരിക്കണ്ടേ? ഞാൻ ഈ വശത്തോട്ട് വരുമ്പോൾ അദ്ദേഹം വേറെ വശത്തേക്ക് പോകും. അത് വിട്ടേക്ക് ചന്ദ്രയെ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തിന് എന്റെ ഭർത്താവ് എന്റെ കൂടെയുള്ള സമയത്ത് എപ്പോഴും അദ്ദേഹം ഞാനുമായിട്ട് വഴക്കിട്ടിട്ട് കുറച്ച് നാൾ മിണ്ടാതെ നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടിക്കോളും. നീ ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ചന്ദ്രേ. അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. രവിയേട്ടൻ എപ്പോഴാ തോന്നുന്നു വെച്ചാൽ അവര് സംസാരിക്കട്ടെ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞിട്ട് ഒത്തി മരുമകളായിട്ട് കയറി വന്നിട്ടുണ്ട്. ആര്? നീ രേവതിയെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ അവളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. അവസാനമായിട്ട് ഒരുത്തി കയറി വന്നിട്ടുണ്ടല്ലോ, പണത്തിന്റെ അഹങ്കാരം പിടിച്ചവള്. ഓ, ആര്? വർഷയെ കുറിച്ചിട്ടാണോ നീ പറയുന്നത്? അവള് നിന്റെ പ്രിയപ്പെട്ട മരുമകളല്ലേ? നീ എപ്പോഴും തലയെ കയറ്റി ആടുമല്ലോ. അവള് ഞാൻ തൂക്കി വെച്ച് കൊണ്ടാടുന്നുണ്ട്, പക്ഷെ അവള് എനിക്ക് ഒരു മര്യാദയും തരുന്നില്ല. എന്താ പറ്റിയ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ അവള് എന്നെ എതിർത്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞതെന്നറിയോ? എപ്പോ നോക്കിയാലും സച്ചിയാണ് എന്നെ എതിർത്തിട്ട് ആ വീട്ടിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ ഇപ്പോ ഈ വർഷമുണ്ടല്ലോ, അവളും അവനെ പോലെ തന്നെയാണ്. ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റെന്ന് അവള് പറയുന്നു. എന്റെ സ്വർണ്ണം എടുത്തിട്ട് ഞാൻ കൊടുക്കണമായിരുന്നു എന്നൊക്കെ അവള് പറഞ്ഞു ബാമേ. അതൊക്കെ കുഴപ്പമില്ല, പക്ഷേ അവള് പറയാണ് ആ പൂക്കെട്ടുന്നവളെടുത്ത് ഞാൻ പോയിട്ട് മാപ്പ് ചോദിക്കണമെന്ന്. അവള് എന്നെ എതിർത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ അവളുടെ വേലക്കാരനെ പോലെയാണ് അവള് നടത്തുന്നത്. പണക്കാരി വീട്ടിലെ മരുമക്കളാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചന്ദ്ര എന്ന് പറയുമ്പോൾ എന്ത് പണക്കാരിന്ന്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലല്ലേ, അവള് കോടീശ്വരിയാണ്. അവളെ എന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? എനിക്ക് നല്ല മര്യാദ തരുന്നുണ്ടല്ലോ. ഇത് കേട്ടുടനെ ഭാമ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടുവന്ന മരുമകളല്ലേ, അപ്പോ അങ്ങനെയല്ലേ ആവുള്ളൂ. അല്ലെങ്കിലും ഞാൻ തന്നെയാണ് ഒരു തെറ്റ് ചെയ്തത്. ഈ വർഷയുടെ അടുത്ത് നന്നായിട്ട് ചിരിച്ച് ഞാൻ സംസാരിച്ചല്ലോ, പക്ഷെ അങ്ങനെ നടക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഇനി എന്തായാലും ഒരു അമ്മായിമ്മയെ പോലെ തന്നെ അവളുടെ അടുത്ത് സംസാരിക്കുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ചന്ദ്രേ? അവള് വലിയ കോടീശ്വരി ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ. അവള് പണക്കാരിയെന്ന് വെച്ചിട്ട് എനിക്കെന്ത് ഗുണമുള്ളത്? ഈ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസം 5000 രൂപ എനിക്ക് കൊണ്ടുതരുന്നുണ്ട്. അവളെ കൊണ്ട് കാൽ കാശിന് ഗുണമില്ല. പറയുമ്പോൾ കോടീശ്വരി വീട്ടിലെ പെണ്ണാണെന്നുള്ള കാര്യം പറയാം, അത്രേ ഉള്ളൂ. അവളെ കൊണ്ട് എനിക്ക് കാലണയുടെ ഗുണമില്ല. അവളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ രേവതിയുടെ കൂടെ ചേർന്നിട്ട് അവള് എന്റെ അധികാരം ചെയ്യാൻ വേണ്ടി നോക്കും. ഇതിനെന്തായാലും ഒരു തീരുമാനം ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കും. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ബാമ ചോദിക്കുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അതിനുശേഷം ഞാൻ വർഷയെ വെക്കേണ്ടടുത്ത് വെക്കും. ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ അന്ന് മറ്റേ നാരങ്ങ ജപിച്ച് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്വാമി ബാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഇവരെന്തിനാ വിളിക്കുന്നത്, ആരാണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അന്ന് നാരങ്ങ മന്ത്രിച്ച് മേടിക്കാൻ വേണ്ടി പോയില്ലേ ആ സ്വാമി, ഇയാളെന്തിനാ വിളിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അറിയില്ല, എന്തായാലും സംസാരിച്ച് നോക്കാം. അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫോണിൽ സംസാരിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ ആ നാരങ്ങ ശരിക്കും പ്രവർത്തിച്ചോ എന്നുള്ള കാര്യമാണ് സ്വാമി ചോദിക്കുന്നത്. അതിന്റെ പവർ നന്നായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അതിന്റെ പവർ കാണിച്ചല്ലേ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ അത് മൊത്തത്തിൽ ഫ്യൂസ് അടിച്ചതുപോലെയായിരുന്നു. നിങ്ങളടുത്ത് വന്ന ഞങ്ങളെ പറഞ്ഞാൽ മതി. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം സ്വാമി ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടേ. ഭാമയാണെങ്കിൽ അതിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല, ഇവര് പിടിക്കപ്പെട്ടു എന്ന് പറയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു മന്ത്രം കൂടി ചൊല്ലിയിട്ട് ഞാൻ വേറൊരു നാരങ്ങ നിങ്ങൾക്ക് ജപിച്ചുതരാം. ഇത് കേട്ട ഉടനെ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ സ്വാമി, ഇനി ഒന്നിന്റെ ആവശ്യമില്ല, ആ നാരങ്ങ നിങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെ തേച്ചോളൂ. ഭാമി നീ ആ ഫോൺ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭാമിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. സ്വാമിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ കള്ളസ്വാമിയാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയോന്ന്. പക്ഷേ സ്വാമിയുടെ മുമ്പിലിരിക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ട് പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന നാരങ്ങ നന്നായിട്ട് ഫലിച്ചു, അതുപോലെ നിങ്ങൾക്കും ഫലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിക്കുകയാണ്. അതേസമയം ഭാമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നീ എന്താ സ്വാമിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അയാൾക്ക് ഭയങ്കര ശക്തിയാന്ന് പറയുമ്പോൾ അയാളുടെ ശക്തിയൊക്കെ ഞാൻ കണ്ടു. ഇനി എന്തായാലും ഞാൻ ഒരുത്തിനെ വിശ്വസിക്കില്ല. എനിക്ക് എന്താണ് തോന്നുന്നത് അത് ഞാൻ അങ്ങ് ചെയ്യും. ആദ്യം ആ വർഷക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും സച്ചിയും മഹേഷിനെയാണ് കാണിക്കുന്നത്. മഹേഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് റെഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതി വന്നാലും ഇതേ കാര്യം തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതിനൊരു ചാൻസും ഇല്ല. ഞാൻ എന്താണോ പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടേ അവള് പറയുള്ളൂ. നോക്കാം എന്തായാലും രേവതി വന്നിട്ട് എന്താ പറയുന്നതെന്ന്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തേണ്ടത്. പറഞ്ഞ ഉടനെ തന്നെ ആളെത്തിയല്ലോ. രേവതി വാ, ഞാൻ 2 കാർ നോക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് പറയാന്ന് പറഞ്ഞിട്ട് കാറിന്റെ അരികിലേക്ക് രേവതിയും കൂട്ടിയിട്ട് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് വൈറ്റ് കാറുണ്ട്,
റെഡ് കാറും ഉണ്ട്. വൈറ്റ് എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ രേവതി റെഡ് മേടിക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ നീ ഒന്ന് നോക്കി നോക്ക്, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പറ എന്ന് പറയുന്നുണ്ട്. സച്ചി പറഞ്ഞത് പ്രകാരം തന്നെ രേവതി 2 കാറും ഉള്ളിൽ കയറിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. കാറ് നോക്കിയതിന് ശേഷം 2 നന്നായിട്ടുണ്ട്. നിനക്ക് രേവതി ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് പറ. അതല്ല സച്ചേട്ടാ, നമ്മളിപ്പോ കാറ് മേടിക്കണോ? കേട്ടില്ലേ മഹേഷ്, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിന് നേരെ എതിരായിട്ട് പറയുന്നത്. ഇത് കേട്ട മഹേഷ് ആണെന്നുണ്ടെങ്കിൽ, രേവതി നീയല്ലേ പറഞ്ഞത് കാറ് മേടിക്കണം എന്നുള്ള ഐഡിയ കൊടുത്തത് നീയാണ്, എന്നിട്ട് ഇപ്പൊ എന്താ കാറ് മേടിക്കണോന്ന് ചോദിക്കുന്നത്? ഞാൻ വേണ്ടാന്നല്ല പറഞ്ഞത്, ഇപ്പൊ വേണോ എന്നാ ചോദിക്കുന്നത്. രേവതി നീ എന്താണെന്ന് വെച്ച കാര്യം പറ. അല്ല, നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ വീട്ടിലെ അവസ്ഥയ്ക്ക് എന്താണ് കുഴപ്പം? അച്ഛനും അമ്മയും നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ, അതിനിപ്പോ രേവതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിച്ച് പറഞ്ഞയക്കുക ചെയ്തത്. എന്റെ പണി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അച്ഛന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അതുപോലെ ഞാനും ശ്രുതിയും വർഷയും കൂടി ചേർന്നിട്ട് അമ്മയുടെ അടുത്തും പോയി സംസാരിച്ചു. പക്ഷേ അമ്മ എന്നെ ചീത്ത വിളിച്ചു വിടുക ചെയ്തത്. ഇതിൽ നിന്ന് തന്നെ രേവതി നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? കുറച്ച് നാളുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ശരിയാവും. ഇപ്പോ കാറ് നല്ല റേറ്റിന് വരുന്നത് കൊണ്ട് നമുക്ക് മേടിച്ചാലോ? കാറ് മേടിച്ചിട്ട് എന്താ സച്ചേട്ട കാര്യം? അതില് അച്ഛനും അമ്മയും കയറ്റിയിരുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? നല്ല ബെസ്റ്റ്. അല്ലെങ്കിലും അമ്മ ഒരിക്കലും എന്റെ കാറിൽ കയറാറേ ഇല്ല. സച്ചേട്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കാറ് മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെ മുമ്പിലും സന്തോഷമായിട്ട് നമ്മൾ കാറ് മേടിച്ചു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുമോ? വീട്ടിലിപ്പോ ഓൾറെഡി ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കല്ലേ, അത് നോക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാറ് മേടിച്ചു എന്നുള്ള കാര്യം എല്ലാവരും പറയില്ലേ? ഇത് കേട്ട മഹേഷ് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾ കാറ് മേടിച്ചു പോകുന്ന സമയത്ത് എല്ലാവരും സന്തോഷപ്പെടുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇത് ഇനി വേറൊരു പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പാടില്ലല്ലോ. രേവതി ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഓടിപ്പോയവനാണ് എല്ലാം ചെയ്തത്. എന്നാ അവൻ ഒരു തെറ്റും ചെയ്യാത്ത മട്ടില് ദിവസവും കടയിൽ പോയിട്ട് വരുന്നില്ലേ? സച്ചേട്ടാ, നിങ്ങളുടെ ഏട്ടൻ എങ്ങനെയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് അവരോട് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ നടക്കാൻ വേണ്ടി പറ്റില്ല. അമ്മ അച്ഛൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുന്ന സമയത്ത് അച്ഛന് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നുള്ള കാര്യം സച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്തായാലും സമാധാനമായിരിക്കും. സച്ചേട്ട എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും പരസ്പരം അങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് രണ്ടുപേർക്ക് വിഷമം ഉണ്ടാക്കും. അമ്മയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊന്നും നന്നായിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല. രേവതി ഇത്രയും കാര്യങ്ങൾ വീട്ടിലെ കുറിച്ച് ഓർത്തിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള മട്ടിലാണ് നോക്കുന്നത്. ശരി, ഇപ്പോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നീ പറയുന്നത്. ആദ്യം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കട്ടെ, അതിനുശേഷം നമുക്ക് വന്നിട്ട് കാറ് മേടിക്കാം. അപ്പോഴല്ലേ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ. ഇപ്പൊ രേവതി നിന്റെ പ്രശ്നം ഇപ്പൊ അച്ഛനും അമ്മയും സംസാരിക്കണം, അത്രല്ലേ ഉള്ളൂ. അതെ എന്ന് പറഞ്ഞ് രേവതിയുടെ വാക്ക് പോലും കേൾക്കാതെ സച്ചി അങ്ങ് നടന്നു പോകുമ്പോ സച്ചിയേട്ടൻ എന്താ അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞിട്ട് പോകുന്നത്. 2 ദിവസമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ പ്രശ്നം എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നുള്ള കാര്യം തനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരിടം വരെ പോയിട്ട് വരാം. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ വന്നിട്ട് പറയാം രേവതിയെല്ലാം. നീ ഇപ്പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞ് സച്ചി കാർ എടുത്ത് അവിടെ നിന്ന് പോവാം.